ആമിക്കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് മേലും കഴുകി ആഹാരവും കൊടുത്ത് കുറച്ചു നേരം കയറ്റിക്കിടത്തി ഉറക്കും കേട്ടോ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് രാത്രി ആകുമ്പോഴത്തേക്കിനും ഭയങ്കര മൂശാട്ടയാണ്. രാത്രി സമയങ്ങളിലാണ് കൂടുതൽ. ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ അനിയത്തിയും പിള്ളേരും വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇല്ലാത്ത പ്രശ്നം അവൾ ഉണ്ടാക്കും കേട്ടോ. അവളുടെ എന്തെങ്കിലും ഒരു സാധനത്തെ അവൻ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതെല്ലാം ഉറക്കം തെളിഞ്ഞ് നല്ല മൂടാണെങ്കിൽ എല്ലാം കൊടുക്കുകയും ചെയ്യും, അവൻ്റെ കൂടെ കുറേ നേരം കളിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പിടിച്ച് കിടത്തും കേട്ടോ. അത് കഴിഞ്ഞ് ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. പാലങ്ങോട്ട് വെക്കുക, തിളപ്പിക്കുക, കുറച്ചങ്ങോട്ട് മാറ്റുക, ചായക്ക് വേണ്ടി മാറ്റുന്ന കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പാല് നല്ലതുപോലെ വേവിച്ച് മാറ്റും. അത് കഴിഞ്ഞിട്ട് ചായ ഇടും. അത് കഴിഞ്ഞിട്ട് ഏത്തക്ക വിഴുങ്ങാൻ വെക്കും. ഈ ഒരു 3 കാര്യം എന്നും നടക്കുന്നതാ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. ഇന്ന് ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ജേഷ്മ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും രാജേട്ടൻ വന്ന് ഫ്രഷ് ആവാൻ പോയി. ആ സമയത്ത് നമ്മുടെ ആമിക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നതേ മൂശാട്ടയോട് കൂടി തന്നെയാണ് കേട്ടോ. രാജേട്ടൻ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാ കേട്ടോ ആ കളിക്കുന്ന സാധനം. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോൾ ആൾക്ക് മൂഡൗട്ട് ആയതുകൊണ്ട് അത് സ്വീകരിച്ചില്ലേ. പിന്നെ ആള് മൂഡൗട്ടൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് താത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഈ ജ്യൂസ് ആണെങ്കിൽ ഇവിടെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ജ്യൂസാണ് കേട്ടോ. അമ്പാടിമോനും ആമിക്കുഞ്ഞിനും ബാക്കിയുള്ളത് അജിയമ്മയ്ക്കും കൊടുക്കുവേ. ആദ്യമൊക്കെ ABC ജ്യൂസ് ആയിരുന്നേ ഉണ്ടാക്കുന്നത്. അത് കുടിച്ച് എല്ലാവരും മടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കിനും ഞാൻ ആ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് ബാക്കിയെല്ലാം ചേർക്കാറുണ്ട് കേട്ടോ. വിദ്യുക്കുട്ടൻ വന്നപ്പോൾ ആമിയുടെ മൂശാട്ടയെല്ലാം മാറിയല്ല ഗംഭീര കളി കളിക്കുമായിരുന്നു കേട്ടോ രാത്രിയിൽ.